കെ ബി ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധരൻ, ഈ സിനിമാ മേഖലയിൽ നിന്ന് മറ്റാരെങ്കിലും പ്രതികരണങ്ങൾ ഇക്കാര്യത്തിലുണ്ടായിട്ട് ഇപ്പോൾ കായിദ് ലോഹർ എന്നൊരു നടിയുണ്ട്, സമീപകാലത്ത് സജീവമായ നടിയാണ്. അവരൊക്കെ വിജയുടെ സെൽഫിഷ് പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് മനുഷ്യരെ വിലയാടാക്കി എന്ന നിലയ്ക്കൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചേരിതിരിവിലേക്ക് കൃത്യമായി വരികയാണ്. അത് സിനിമയിൽ പോലും ഒരുപക്ഷെ പ്രകടമാകാൻ സാധ്യതയുണ്ട്. വിജയ് പാലിക്കേണ്ട അല്ലെങ്കിൽ ഇതുപോലൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നയാൾ ഇത്രയും വലിയ ജനസഞ്ചയത്തെ സാക്ഷിയാക്കുന്ന ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട ഒരു മുൻകരുതലും ഇനി എത്ര അനുഭവം ഇല്ലാത്തതാണെന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ അതിനെ കഴിയില്ല. ഒരു തരത്തിലുമുള്ള മുന്നൊരുക്കങ്ങൾ അതിന് നടത്തിയിട്ടില്ല എന്നത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് 10,000 പേരിൽ കൂടുതൽ വരുമ്പോൾ പോലീസ് പാലിക്കേണ്ട ഒരു നടപടികളും സ്വീകരിച്ചില്ല എന്ന് വ്യക്തമാണ്. ഒപ്പം പലവിധ ആരോപണങ്ങളും ഇങ്ങനെ നിലനിൽക്കുന്നു. ഇന്നത്തെ ഈ പകൽ വളരെ പ്രധാനമാണ്. എന്ത് നടപടി, ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞ് ഈ പാർട്ടിയുടെ സംഘടന തലപ്പത്തുള്ളവർക്കെതിരെ പോലും നടപടികളെടുക്കാൻ വൈകിപ്പിച്ചാൽ അതും DMKക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നടപടി ഉടനടി എടുത്താലും വേറെ നിലയിൽ കാര്യങ്ങൾ മാറി മറിയും. ഇത് എങ്ങനെയാണ് അടുത്ത മണിക്കൂറുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇന്നലെ മുതൽ തന്നെ ദിവിഷ് സിനിമാ മേഖലയിൽ നിന്ന്, തമിഴ് സിനിമാ മേഖലയിൽ നിന്ന് വിവിധ താരങ്ങളുടെ പ്രതികരണം വന്നു. കമലഹാസന്റെ പ്രതികരണം വന്നു. അത് പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന തരത്തിലുള്ള പ്രതികരണമായി കണക്കാക്കേണ്ടി വരും. രജനീകാന്തും ഇതിൽ വലിയ നടുക്കം രേഖപ്പെടുത്തി. പക്ഷേ ഇതിൽ വേറിട്ട് നിൽക്കുന്നത് വിശാലിൻ്റെയും അതുപോലെ തന്നെ തമിഴ് നടനായിട്ടുള്ള ശരത് കുമാറിൻ്റെയും പ്രതികരണമാണ്. വിശാൽ വിജയെ പ്രത്യക്ഷത്തിൽ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. പക്ഷേ ഇതിൽ പരമാവധി ഇനിയിപ്പോൾ മരിച്ച ദുരന്തത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് ജീവൻ തിരിച്ചു കൊടുക്കാനാവില്ല. പക്ഷേ അർഹമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം വിജയ് നൽകണം എന്ന് താരസംഘടനയുടെ നേതാവ് കൂടിയായിട്ടുള്ള നടൻ വിശാൽ ആവശ്യപ്പെട്ടു. ശരത് കുമാർ ഒരു പടി കൂടി കടന്ന് വിജയെ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. ഇങ്ങനെയൊക്കെ സമ്മേളനം നടത്തുന്നത് യാതൊരു സുരക്ഷയും അതിൽ ഉണ്ടായില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ശരത് കുമാറിൻ്റെ ഒരു പ്രതികരണമെന്ന്. അദ്ദേഹം സമീപകാലത്ത് BJPയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ശരത് കുമാർ. അതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയ പ്രതികരണമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ തമിഴ് സിനിമാ ലോകത്ത് നിന്ന് വിജയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഏതായാലും ഇത് സിനിമാ മേഖലയിലും വലിയ ചർച്ച ആകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടി കയ്യാദ് ലോഹറിൻ്റെയൊക്കെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ വന്നത്. ഏതായാലും ഇത് രാഷ്ട്രീയമായി വിജയിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സമ്മേളനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു പര്യടനം നടത്തുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കാൻ അല്ലെങ്കിൽ ആ സംഘാടകർക്ക് സാധിച്ചില്ല എന്നുള്ളത് തീർച്ചയായിട്ടും കുറ്റകരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ്. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിജയ്ക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. ഈ TVK ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഇത് TVK എന്ന് പറഞ്ഞാൽ അത് വിജയ് മാത്രമായി മാറുന്നു. ഒരു രണ്ടാം നിര നേതാക്കളില്ല. SL ആനന്ദൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആനന്ദുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഒന്നും ഈ TVKയുടെ ഒരു പ്രതികരണ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രതിരോധവും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയും വലിയ തരത്തിൽ പ്രതിരോധത്തിലേക്ക് ഈ TVK വീണു, വിജയ് വീണു എന്ന് തന്നെ വേണം പറയാൻ. ഇതൊരു കേവലം നേരത്തെ എല്ലാം സൂചിപ്പിച്ച പോലെ തന്നെ ആൾക്കൂട്ടം മാത്രമായി ഈ പാർട്ടി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. The case has been registered. Okay, we'll give you the details later. Okay, right? Yeah. നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് വളരെ കുറച്ച് ഭാഗം മാത്രമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. എന്തായാലും വളരെ ശക്തമായ നിലയിൽ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത ഇന്നുണ്ട് തമിഴ്നാട്ടിൽ. അതുകൊണ്ട് തന്നെ വിജയുടെ ചെന്നൈയിലെ വീടിനൊക്കെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിജയ് ഇന്ന് കരൂർ സന്ദർശിക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു പോസ്റ്റ് മാത്രമാണ് വിജയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം. അവസാനം ശ്രീധരൻ സൂചിപ്പിച്ച പോലെ ഒരു രണ്ടാം നിരയില്ല. TVK എന്ന് പറഞ്ഞാൽ അത് വിജയ് മാത്രം എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നവും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൃത്യമായി ഒരു നിലപാട് അല്ലെങ്കിൽ പ്രതികരണം അറിയിക്കണമെങ്കിൽ അത് വിജയുടെ ഭാഗത്തുനിന്ന് തന്നെ വരണം. വിശാലിൻ്റെ പോസ്റ്റിനെ കുറിച്ച് ശ്രീധരൻ പറഞ്ഞ് പ്രത്യേകം എടുത്തു പറയണം. വിശാൽ വളരെ കൃത്യമായി ആദ്യത്തെ വാക്ക് തന്നെ അട്ടർ നോൺസെൻസ് എന്നാണ് വിശാൽ ചേർത്തിരിക്കുന്നത്. ഹിയറിംഗ് ദാറ്റ് മോർ ദാൻ 30 people including children losing their lives over a stampede in actor politician Vijay's rally is heart wrenching and totally not right. അതിൽ തന്നെ വ്യക്തമാണ് വിശാൽ എന്താണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ സിൻസിയർ റിക്വസ്റ്റ് ടു ദ TVK എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള സഹായം നൽകണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വലിയ തോതിൽ വിജയ് വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്.
അതേസമയം DMK TVK എന്ന ഒരു രാഷ്ട്രീയ പോരിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്ന വേളയിലാണോ ഈ ഒരു സംഭവം നടന്നത് എന്ന ചോദ്യങ്ങൾ ഉയരുന്നു. പല വിധത്തിൽ ആരോപണങ്ങൾ പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ ആളുകൾ ആശുപത്രിയിലെത്തി. മരണസംഖ്യ ഏകദേശം 39 എന്ന നിലയ്ക്ക് നിൽക്കുന്നു. മറ്റുള്ളവർക്ക് ചികിത്സ നൽകി വരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാലും മറ്റെന്ത് നടപടികൾ വേഗത്തിൽ എടുക്കുമെന്ന് സർക്കാർ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം വിജയ് എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ പറയുക എന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുക തന്നെയാണ്. അത് വിജയ് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും